ഒരു സ്വസ്ഥതയുമില്ല, ഒരു സമാധാനവുമില്ല, ഒരു സന്തോഷവുമില്ല. എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചേക്കാം. എനിക്ക് ഈ ഭാരങ്ങൾ, ഈ പ്രയാസങ്ങൾ, ഈ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നില്ല എന്നുള്ള ഭാരത്തോടെ ആയിരിക്കുന്ന നിങ്ങൾക്കുള്ള ഒരു ദൈവ ശബ്ദം ഉണ്ട്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്വസ്ഥമായിരിക്കുക, സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുക എന്നുള്ളത് ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലിനെ സംബന്ധിച്ചോളം അവൻ്റെ അവകാശമാണത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇവിടെ കൈമാറുവാനുള്ള വചനഭാഗം 7-ാം ദിവസം യഹോവയായ ദൈവം സ്വസ്ഥമായിരുന്നു എന്നുള്ളതാണ്. 6 ദിവസം താൻ സകലവും സൃഷ്ടിച്ച് ഉണ്ടാക്കിയതിന് ശേഷം 7-ാം ദിവസം യഹോവയായ ദൈവം സ്വസ്ഥമായിരുന്നു. ഈ സൃഷ്ടിയുടെ കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പാഴും ശൂന്യവുമായി കിടന്ന ഭൂമിയെ തൻ്റെ വചനമയച്ച് ഏറ്റവും മനോഹാരിതയുള്ളതാക്കി മാറ്റുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ 26-ാം വാക്യത്തിലാണ് സൃഷ്ടിയുടെ ഏറ്റവും അവസാനത്തിൽ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കുന്നതായിട്ട് കാണാം. അതായത് സൃഷ്ടിയുടെ 6 ദിവസം നീണ്ടു നിന്ന സൃഷ്ടിപ്പിൻ്റെ അവസാന ദിനം ഏറ്റവും അവസാനമായിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഈ 6 ദിവസം ദൈവം സൃഷ്ടിപ്പ് നടത്തി, എന്നിട്ട് 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. ഇവിടെ ഒരു കാര്യം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ ദൈവം ഒറ്റയ്ക്കല്ല സ്വസ്ഥനായത്, പിന്നെയോ താൻ സൃഷ്ടിച്ച മനുഷ്യനോടും സകല സൃഷ്ടികളോടും കൂടെയാണ് ദൈവം സ്വസ്ഥനായിരുന്നത്. ഒന്നുകൂടെ പറയാം, ദൈവം ഒറ്റയ്ക്കല്ല അവിടെ സ്വസ്ഥനായിരുന്നത്, താൻ സൃഷ്ടിച്ച സകല ചരാചരങ്ങളോടും അതിനേക്കാൾ ഉപരിയായി തൻ്റെ സ്വന്തം കയ്യാൽ താൻ സൃഷ്ടിച്ച മനുഷ്യനോടും കൂടെ ആണ് ദൈവം സ്വസ്ഥനായിരുന്നത്. ഒന്ന് ഞാൻ പറയാം, ദൈവത്തോടുകൂടെ വസിക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു വലിയ സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക ഉള്ളൂ. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വചനം പറയുന്ന ആ ഉൽപ്പത്തിയിൽ മനുഷ്യൻ്റെ സ്വസ്ഥത നഷ്ടമായി പോയത്? പിശാചിൻ്റെ വാക്ക് കേട്ട് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ആ കാര്യം മനുഷ്യൻ തെറ്റിച്ചപ്പോൾ, ആ കൽപ്പന തെറ്റിച്ച് കളഞ്ഞപ്പോഴാണ് അന്നു മുതൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. ദൈവം നമ്മൾ സ്വസ്ഥരായിരിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ അസ്വസ്ഥതയ്ക്ക് മുഴുവൻ മുഖാന്തരമായത് മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് പൈശാചികൻ്റെ വഴിയിലേക്ക് പോയതാണ്. ഇന്ന് അസ്വസ്ഥമായി സമാധാനമില്ലാതെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിലെ ജീവിത അനുഭവത്തിലല്ലേ നിങ്ങളിന്ന് ആയിരിക്കുന്നു? ഒന്ന് പരിശോധിക്കുക. യേശു ക്രിസ്തുവിലൂടെ ആ സ്വസ്ഥതയിലേക്ക് ദൈവം നമ്മെ ഓരോരുത്തരെയും വീണ്ടും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കർത്താവിൽ വിശ്വസിക്കാത്തവർ, ക്രിസ്തുവിനെ അറിയാത്തവരാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. യേശുവിലൂടെ ഒരു വലിയ സമാധാനവും ഒരു സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കും. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ അതിന് ആമേൻ പറയുമ്പോൾ, ആമേൻ, ദൈവം ഈ വചനത്തിലൂടെ പുതിയ സൃഷ്ടിപ്പുകൾ, പാഴും ശൂന്യവുമായിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ജീവിതങ്ങളെ, നിങ്ങളുടെ ബിസിനസ്സുകളെ, നിങ്ങളുടെ ജോലി മേഖലകളെ, നിങ്ങളുടെ പഠന മേഖലകളെ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളുടെ മേൽ, ആ പാഴും ശൂന്യവുമായിരിക്കുന്ന അവസ്ഥയുടെ മേൽ പുതിയ ചില സൃഷ്ടിപ്പുകളെ ഒരുക്കിയിട്ട് എന്നേക്കുമുള്ളൊരു സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ കൽപ്പിച്ചാക്കുന്നു. ഈ വചനം വിശ്വസിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.